എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഓരോ കുടുംബങ്ങളിലും സമ്പത്ത് വന്നു ചേരാനുള്ള മാർഗം, ഓരോ വ്യക്തികളുടെയും ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും നല്ല സമ്പന്നനായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും നമുക്ക് വേണ്ടതായിട്ടുള്ള പുരോഗതിയില്ല. സമ്പത്തിനോട് ബന്ധപ്പെട്ട ആകർഷണക്കുറവ്, സമ്പത്ത് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി, നമ്മൾ ജോലിയാണെങ്കിൽ അത് സമൃദ്ധിയായിട്ട് ഉണ്ടാവുക, അങ്ങനെ എല്ലതും നമുക്ക് സമൃദ്ധിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വശ്യമന്ത്രമുണ്ട്. ഈ മന്ത്രം നമ്മളാണ് ജപിക്കേണ്ടത്. ഈ ജപിക്കുക എന്ന് പറയുന്നതിന്റെ ആവശ്യകത തന്നെ ഒരുപാട് തരത്തിൽ കഷ്ടപ്പെട്ടാലും പണം വന്നാലും അത് വർക്കത്തില്ലാത്ത ആളുകളുണ്ട്, ഗതി പിടിക്കാത്ത ആളുകളുണ്ട്. നല്ല രീതിയിൽ കുറച്ച് ദിവസം പണി ഉണ്ടാവും, പിന്നെ പണി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമൃദ്ധി എന്ന് പറയാൻ പറ്റില്ല. ഈ സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്നു ചേരുമ്പോഴാണ്. അപ്പോൾ തൊഴിലായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, അതുപോലെ തന്നെ സമ്പത്തായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഭക്ഷണം ആയിക്കോട്ടെ, നമുക്ക് എന്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വരുമ്പോഴാണ് സമൃദ്ധിയാവുക. കഷ്ടിക്കൈയായിട്ട് ടച്ച് ചെയ്തിട്ട് മുട്ടി ഇങ്ങനെ ഇഷ്ടമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കത് സമൃദ്ധി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇല്ലായ്കല്ല, എന്നാൽ ഉണ്ട് എന്ന് പറയാനും വയ്യാത്തൊരവസ്ഥ. അങ്ങനെയല്ലാതെ നമുക്ക് സമൃദ്ധിയായിട്ട് വന്നു ചേരണം. അപ്പോഴാണ് നമുക്ക് അതുപോലെ സമ്പത്താണെങ്കിലും. അപ്പോൾ ഇതൊക്കെ പണി കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അതിൽ നിന്നും വേണ്ടതായിട്ടുള്ള ധനസമ്പാദ്യം ഉണ്ടെങ്കിലും സമൃദ്ധിയില്ല. കാരണം കഷ്ടിച്ച് മുഷ്ടിച്ച് തള്ളി നീക്കുന്ന പരിപാടി. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു സമ്പത്തും ഐശ്വര്യം സമൃദ്ധി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വശ്യമന്ത്രമാണ്. ഈ വശ്യമന്ത്രം ഭഗവാന്റെ മന്ത്രമാണ്. ഈ ഭഗവാന്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓം നമോ നാരായണായ നമ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഭക്തി കൊണ്ട് നമുക്ക് ജപിക്കും. പക്ഷേ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ഏത് തരത്തിലുള്ള പ്രശ്നമാണ് ഫീൽ ചെയ്യുന്നത് അതാത് വ്യക്തികൾക്കേ അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ധനം നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പോരായ്ക എല്ലാ കാര്യത്തിലും, ധനത്തിന് തൊഴിലിന് എന്നല്ല, ഒരു കുടുംബത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കഷ്ടിമുഷ്ടി എന്നുകൊണ്ട് വിട്ടിട്ട് കര കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് അപ്പോൾ ഒരു 1000 രൂപ കൊടുത്തിട്ട് പൂജ കൊണ്ട് കഴിപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇപ്പം റെഡി ആവിച്ചിട്ട് ഇരിക്കേണ്ട. അങ്ങനത്തെ ഒരു ടച്ച് വിടുക. നമുക്കൊക്കെ സ്വന്തമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ഭഗവാന്റെ അനുഗ്രഹം ആയിക്കോട്ടെ, ദോഷപ്രതിവിധി ആയിക്കോട്ടെ, ഓരോ വ്യക്തികൾക്കും പണം കൊടുത്തിട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അയാളുടെ മനസ്സും കാര്യങ്ങളും പ്രയത്നത്തിനും കൂടി കിട്ടിയതിലൂടെ നമുക്ക് ഒന്നും നേടിയെടുക്കാതെ നമുക്ക് തന്നെ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് വേണം ഇതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ. കാരണം നമ്മളാണ് നമ്മുടെ വീടിൻ്റെ നിലവിളക്കും ഐശ്വര്യമൊക്കെ. ആ ഒരു നിലവിളക്ക് കരിവിളക്കായി മാറിയതിനെ അത് തെളിച്ചം വെപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശുദ്ധിയും കഴിവും ഒക്കെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പത്ത് സമൃദ്ധി എന്ന് പറയുന്ന, സമ്മൽ സമൃദ്ധി എന്ന് പറയുന്ന ഐശ്വര്യം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ മന്ത്രപ്രയോഗം. ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടിരുന്ന് ജപിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നിയ പോലുള്ള ഒരു മന്ത്രജപം ഇതിന് ഒരു ഫലം കിട്ടില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു സംഭവം. ഇത് നമുക്ക് വിരോധമുള്ള ആളുകളൊക്കെ മാറി എല്ലാവരും നമ്മളിലേക്ക് ആകർഷിക്കും. കാരണം വിരോധങ്ങൾ, അപ്പോൾ എല്ലാ സ്നേഹ സമൃദ്ധി നമുക്കുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും ഐശ്വര്യ സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാതും പെടും. സ്നേഹ സമൃദ്ധി, അതുപോലെ സമ്പത്ത് സമൃദ്ധി, കർമ്മ സമൃദ്ധി, അങ്ങനെയൊക്കെ സമൃദ്ധിയായിട്ട് വരും. അപ്പോൾ അതിന് നമ്മളെന്ന് വെച്ചാൽ ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ ചെയ്യുന്നതാണ്, പുലർക്കാലത്തിൽ ചെയ്യുന്നതാണ് ഈ മന്ത്രപ്രയോഗത്തിന് ഫലം. ഇത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുന്നിലിരുന്നിട്ട്, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്നിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഫലം. അത് നിലവിളക്ക് വെച്ച ഒരു ഫോട്ടോ വെച്ചിട്ട് വേണം ചെയ്യാൻ. ചെയ്യുന്ന സമയത്ത് നമ്മൾ ശുഭവസ്ത്രം ഉടുക്കുക എന്നുള്ളത്, ശുദ്ധമായിട്ടുള്ള വസ്ത്രം, അത് ഏറ്റവും നല്ലത് കോടി വസ്ത്രമാണ്. ഈ കോടി വസ്ത്രം ഉപയോഗിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടി കോടി ദിവസം മാറ്റേണ്ട കാര്യമില്ല. ഒരു കോടി വസ്ത്രം എടുത്ത് മന്ത്രജപം കഴിഞ്ഞാൽ അത് മടക്കി വെച്ചാൽ വീണ്ടും അത് ശുദ്ധമായിട്ട് എടുത്തു വെച്ചാൽ അടുത്ത ദിവസം മന്ത്രജപത്തിനും അത് തന്നെ എടുക്കാം. അപ്പോൾ അത് നമുക്ക് കുറേ തവണ അത് ഉടുക്കുന്നതിൽ കുഴപ്പമില്ല. ആ മുണ്ട് മന്ത്രജപത്തിന് മാത്രമേ, മുഷിഞ്ഞാൽ നല്ലോണം കുറച്ച് ഇതായി കഴിഞ്ഞാൽ മാറ്റിയിട്ട് അത് തന്നെ കഴുകാം. അത് കഴുകിയിട്ട് ഈ മന്ത്രജപ സമയത്ത് ഉടുക്കാനായിട്ട് ശ്രമിക്കുക.
ഈ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലത് മഞ്ഞ വസ്ത്രമാണ്, ഇല്ലെങ്കിൽ കോടിക്കളർ നമ്മൾ സാധാരണ വസ്ത്രം ഉടുക്കുക. ഉടുത്തു കഴിഞ്ഞാൽ ഈ മന്ത്രജപത്തിന് വേണ്ടി അത് മാറ്റിവെക്കുക. പിന്നീട് അത് നിത്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ മന്ത്രജപത്തിന് വേണ്ടിയിട്ട് മറ്റൊരു മുണ്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആണ് ഇത് മാറ്റേണ്ടത്. അല്ലാതെ നമ്മൾ സാധാരണ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ മറ്റുള്ള തുണികളും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ശുദ്ധം തന്നെയായിട്ട് ഉള്ള മറ്റു വസ്ത്രം എടുത്തിട്ട് ഇതിന് മന്ത്രജപത്തിന് ഫലം കുറയും എന്നുള്ളതാണ്. അപ്പോൾ മഞ്ഞ വസ്ത്രമാണ് ഇതിന് ഏറ്റവും നല്ലത്. ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചിരുന്നിട്ട് ആണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. ഈ മന്ത്രം രാജഗോപാല മന്ത്രം എന്നാണ്. രാജഗോപാല മന്ത്രം എന്ന് വെച്ചാൽ ഭഗവാന്റെ മന്ത്രമാണ്, വശ്യമന്ത്രമാണ്. എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെയാണ് നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത്. സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്രം നമ്മുടെ ദുരിത പരിഹാരത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഋഷീശ്വരനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മളെന്താണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നത് പരിപൂർണ്ണ ഫലം ഉണ്ടാവണം. ഋഷീശ്വരന്മാരെ, യോഗീശ്വരന്മാരെ എന്നൊക്കെ നന്നായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ആ ഋഷീശ്വരന്മാരെ സ്മരിക്കുന്ന മന്ത്രത്തിന് സ്മരിക്കുന്നതിന് പറയുന്നതാണ് ഋഷി ഛന്ദസ് തൊടുക എന്നാണ് പറയുക. അത് പൂജാരിമാരൊക്കെ എങ്ങനെയാണ് തൊടാറ്. പക്ഷേ നമ്മളത് സാധാരണ ഗൃഹസ്ഥരൊക്കെ ആ മന്ത്രം ജപിച്ചാൽ മാത്രം മതി. ആ ഋഷി ഛന്ദസ് എന്ന് പറയുന്ന മന്ത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. ഈ രാജഗോപാല മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ പരിപൂർണമായിട്ടും ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരന്മാരെ നമ്മൾ സ്മരിക്കുന്നത്. നാരദ ഋഷി, അനുഷ്ടുപ് ഛന്ദ, ശ്രീ രാജഗോപാലോ ദേവത, ഋഷി ഛന്ദസ്. ഈ ഋഷി ഛന്ദസ് ചൊല്ലിയതിന് ശേഷം യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെയൊക്കെ സ്മരിക്കുക. ഈ മന്ത്രത്തിന് ഇപ്പോൾ ശക്തിയും ചൈതന്യവും കുടുംബത്തിന് അനുഗ്രഹവും ഉണ്ടാവണേ, ദുരിത പരിഹാരം ഉണ്ടാവണേ, സർവ്വ ഐശ്വര്യം ഉണ്ടാവണേ എന്നൊക്കെ നല്ലതുപോലെ സ്മരിക്കുക. ഈ സമ്പൽ സമൃദ്ധി ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. ഇങ്ങനെയാണ് ജപിക്കുക. ഇപ്പം നമുക്ക് എന്തായി? സർവം പരമാനന്ദമായിട്ട് തന്നെ നമുക്കുണ്ടാവും. ആ ഒരു വശ്യ പവർ ഉണ്ടാവും. വിരോധികൾ ഉണ്ടാവില്ല, ശത്രുക്കൾ ഉണ്ടാവില്ല. സമൃദ്ധി ആയിരിക്കും എന്തിലും. അത് ശത്രുക്കളിലല്ല സമൃദ്ധി, നമ്മളെ ഐശ്വര്യത്തിൽ സമൃദ്ധി ഉണ്ടാവും. ഈ സമൃദ്ധിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ മന്ത്രം നമ്മൾ 108 മുതൽ നമ്മൾ ഒന്നെങ്കിൽ 108 ഇല്ലെങ്കിൽ 336 ഇല്ലെങ്കിൽ 1000 തവണ 1000 തവണ നമ്മൾ ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഛന്ദസ് എന്ന മന്ത്രം വീണ്ടും ജപിക്കുക. നാരദ ഋഷി, അനുഷ്ടുപ് ഛന്ദ, ശ്രീ രാജഗോപാലോ ദേവത എന്നുള്ള ആ ഒരു ഋഷി ഛന്ദസ് മന്ത്രം ജപിച്ചതിന് ശേഷം ഓം നമ ശിവായ, ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ 108 തവണ ജപിക്കുക. ഈ ജപിച്ച് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എണീക്കുക. എണീറ്റ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിയായി നമുക്കൊരു ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ വന്നാൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 1 or 2 തവണ നമുക്ക് കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക. അത് വ്യാഴാഴ്ച ദിവസം കഴിപ്പിക്കുക. നമ്മൾ ഈ മന്ത്രവും ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. നമുക്കത് പലതും നമ്മളിൽ കയ്യെത്താ ദൂരത്തുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടായിട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതുണ്ട്. ഇതൊക്കെ നമുക്ക് സമൃദ്ധിയായി തന്നെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ള അത് യാതൊരു സംശയമില്ല. ഈ സംശയമില്ലാതെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദോഷ ദുരിത പ്രായശ്ചിത്ത പരിഹാരമായിട്ട് തന്നെയാണ് നമ്മളിത് ജപിക്കുന്നത്. അപ്പോൾ പാപമോക്ഷം, ദുരിതമോക്ഷം, എല്ലാ ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.